நம சிவாய வாழ்க. നാഥൻ്റെ പാദം വാഴ്ക വാഴ്ക. മാണിക്യവാചകസ്വാമിയുടെ തിരുവാചകത്തിലെ അടുത്ത ഭാഗത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. നോക്കൂ. പൊളിയായുള്ളതെല്ലാം പോയകന്നീടുമാറ് കാരുണ്യമേകിയോനെ ഉണ്മയാമറിവായി തിളങ്ങും സത്യജ്യോതി സ്വരൂപ പെരുമാനെ. അറിവറ്റോര് എന്നെ ആനന്ദവാനാക്കിയോനെ അജ്ഞാനമകറ്റിയിടും വിജ്ഞാനമായവനെ അങ്ങയ്ക്ക് നമസ്കാരം എന്നാണ് പറയുന്നത്. നോക്കൂ. പൊളിയായുള്ളതെല്ലാം പോയകന്നീടുമാറ് കാരുണ്യമേകിയോനെ, അങ്ങയുടെ മഹാകാരുണ്യം കൊണ്ട് എൻ്റെ ജീവിതത്തിലെ മായാമോഹങ്ങളെല്ലാം മാറിക്കിട്ടി. അതായത് പൊളിയായിട്ടുള്ളത്, തെറ്റായിട്ടുള്ളത്, അസത്യമായിട്ടുള്ളതെല്ലാം മാറി സത്യസ്വരൂപമായ ഒരവസ്ഥയിലേക്ക് ഞാൻ മാറി. അങ്ങനെ അജ്ഞാനത്തിൽ നിന്ന് ജ്ഞാനഭൂമിയിലേക്ക് അങ്ങ് എന്നെ ഉയർത്തി. അപ്പോൾ ഭഗവാന്റെ ശിവൻ്റെ കടാക്ഷം കൊണ്ട് ഞാൻ പൂർണ്ണ അറിവുള്ളവനായി മാറി. അജ്ഞാനം മാറി, ജ്ഞാനം എന്നിൽ പ്രകാശിക്കാൻ തുടങ്ങി. അങ്ങനെ പൊയ്യായിട്ടുള്ളതെല്ലാം മാറിപ്പോവുകയും സത്യമായിട്ടുള്ള ആ സത്യസ്വരൂപം എന്നിൽ തെളിയുകയും ചെയ്തു. അങ്ങനെ ഉണ്മയാമറിവായി തിളങ്ങും സത്യജ്യോതിയായി മാറി. അങ്ങനെ ഭഗവാന്റെ അനുഗ്രഹത്താൽ ഞാൻ ഉണ്മയായ അറിവായി തിളങ്ങും സത്യജ്യോതി സ്വരൂപനായ അങ്ങയുടെ അനുഗ്രഹം കൊണ്ട് ഞാനിപ്പോൾ അങ്ങയെപ്പോലെയായി തീർന്നു എന്നാണ് പറയുന്നത്. അല്ലയോ പെരുമാനെ, അങ്ങയുടെ അനുഗ്രഹം കൊണ്ട് അങ്ങ് എങ്ങനെയുള്ളവനാണ്? ഉണ്മയാം അറിവായി തിളങ്ങും സത്യജ്യോതി സ്വരൂപനാണ്. സത്യത്തിൻ്റെ പ്രകാശം കൊണ്ട് ജ്വലിച്ചു നിൽക്കുന്ന അറിവാണങ്ങ്. ആ അറിവിൻ്റെ ഒരു തരി എന്നിലേക്കും വ്യാപിച്ചിരിക്കുന്നു. അങ്ങയുടെ ഭക്തനായ എൻ്റെയും അജ്ഞാനം മാറി ഞാൻ ജ്ഞാനഭൂമിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. അങ്ങനെ ഞാനും അറിവായി മാറിയിരിക്കുന്നു എന്നാണ് ഇവിടെ മാണിക്യവാചകസ്വാമി പറയുന്നത്. അറിവറ്റോൻ ആയ എന്നെ ആനന്ദവാനാക്കി. എനിക്ക് യാതൊരു അറിവുമില്ലായിരുന്നു. ഞാൻ അറിവില്ലാത്തവനായിരുന്നു. അങ്ങനെ അറിവില്ലാത്ത എന്നെ അറിവുറ്റവനാക്കി മാറ്റി. അങ്ങനെ അറിവുറ്റ എന്നെ ആനന്ദവാനാക്കി മാറ്റി, അറിവുള്ളവനാക്കി മാറ്റി. ആനന്ദവാൻ അറിവിൻ്റെ ലക്ഷണമാണ്. അറിവുള്ളവരെല്ലാം തന്നെ എപ്പോഴും തികഞ്ഞ ആനന്ദവാന്മാരായിരിക്കും. അങ്ങനെ ആനന്ദത്തിൻ്റെ മഹാലോകത്തിലേക്ക് അങ്ങ് എന്നെ ഉയർത്തി. അങ്ങനെ അറിവില്ലായ്മയിൽ നിന്ന് അറിവിലേക്ക്, അല്ലയോ ഭഗവാൻ, അങ്ങ് എന്നെ ഉയർത്തി. എന്നിട്ടോ വിജ്ഞാനമയനാക്കി എന്നെ മാറ്റി, എന്നെ ജ്ഞാനിയാക്കി വിജ്ഞാനമയിയാക്കി മാറ്റി എന്നാണ് പറയുന്നത്. അപ്പോൾ മാണിക്യവാചകർക്കുണ്ടായ ഒരു വലിയ മാനസിക പരിവർത്തനത്തിനെ ഇവിടെ വ്യക്തമാക്കുന്നു. ശിവഭക്തനായതിനു ശേഷം, ശിവൻ്റെ കാലിണകളെ ദർശിച്ചതിന് ശേഷം അദ്ദേഹം അറിവുറ്റവനായി മാറി. അപ്പോൾ പെരുന്തുറയിൽ വച്ചിട്ട് ശിവഗുരുവിൻ്റെ ആ പാദസ്പർശം ശിരസിലേറ്റതോടുകൂടി അദ്ദേഹം അങ്ങേറ്റത്തെ ശക്തിനിപാതം ലഭിച്ച ഒരു മഹാനുഭാവനായി മാറി. അങ്ങനെ ശിവതേജസ്വിയായി, ശിവയോഗിയായി, ശിവജ്ഞാനിയായി മാണിക്യവാചകർ മാറിയ അവസ്ഥയെക്കുറിച്ചിട്ടാണ് പറയുന്നത്. പെരുന്തുറയിൽ വാഴുന്ന അല്ലയോ ദേവ, ആ ശിവഗുരു തന്നെയാണ് മാണിക്യവാചകരുടെ ഗുരുവായി വന്ന് ശക്തിനിപാതം നൽകിയത് എന്ന് നമ്മൾ നേരത്തെ കാണേണ്ടായി. ആ ശക്തിനിപാതത്തോടു കൂടി അറിവറ്റ ഞാൻ അറിവുറ്റവനായി മാറി.
എൻ്റെ അജ്ഞാനമാകെ മാറി. അങ്ങനെ പൊയ് ആയി നിറഞ്ഞ പൊളിയായ എൻ്റെ ജീവിതത്തിലെ മായാജാലങ്ങളെല്ലാം മാറിക്കിട്ടി. പിന്നെ ഞാൻ സത്യസ്വരൂപമായ ഒരു അനുഭവത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. അങ്ങനെ എന്നെ ഉയർത്തിയ അല്ലയോ വിജ്ഞാന സ്വരൂപ, ജ്ഞാനസ്വരൂപ, അറിവിൻ്റെ സ്വരൂപ, അവിടുന്ന് എനിക്കും അറിവിൻ്റെ ഒരു കണിക അങ്ങ് നൽകിയിരിക്കുന്നു. അതോടെ ഞാൻ ധന്യനായി. എൻ്റെ ആ അജ്ഞാനം മാറി, ഞാൻ ആനന്ദവാനായി മാറി എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ അറിവിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ശിവൻ്റെ സ്വഭാവം തന്നെ, ശിവൻ തന്നെ ആരാണ്? അറിവാണ്. അറിവേ ശിവം. അതാണ് ഇവിടെ സത്യമായിട്ടിരിക്കുന്നത്. ശിവൻ എന്ന് പറയുന്നത് അറിവിൻ്റെ സ്വരൂപമാണ്. ബ്രഹ്മം എന്ന് പറയുന്നത് പോലെ, ഈശ്വരൻ എന്ന് പറയുന്നത് പോലെ ശിവനെ അറിവ് എന്നും പറയുന്നു. അറിവല്ലാതെ മറ്റൊന്നുമല്ല ഈ ശിവസ്വരൂപം. ഇങ്ങനെയുള്ള അറിവിൻ്റെ സ്വരൂപമായ ആ ശിവനെ കുറിച്ചിട്ട് രമണ മഹർഷി ഒരുപാട് കീർത്തനങ്ങളിൽ പാടുന്നുണ്ട്. അതേപോലെ തന്നെ ശ്രീനാരായണ ഗുരുദേവനും മലയാളത്തിൽ അറിവ് എന്ന് പറഞ്ഞതിന് ഒരു കവിത എഴുതിയിട്ടുണ്ട്. നമുക്ക് ആ കവിത പലപാടും നാം കണ്ടതാണ്. എങ്കിലും അതിൻ്റെ 12ാമത്തെ ഒരു ശ്ലോകം നമുക്ക് ഒന്നുകൂടി നോക്കാം. അറിവിലെ 12ാമത്തെ ശ്ലോകം ശ്രീനാരായണ ഗുരുദേവൻ ഇങ്ങനെയാണ് പറയുന്നത്: അറിവെന്നത് നീ, അത് നിന്നറിവിട്ട് അറിയപ്പെടുന്നതെന്നായി അറിയപ്പെടും. ഇത് രണ്ട്, ഒന്ന് അറിയുന്നുണ്ടെന്നും ഒന്ന് അതില്ലെന്നും. ഇതാണ് ഗുരുദേവൻ അറിവിൽ പറയുന്നത്. നമുക്കതിൻ്റെ അർത്ഥം കൊണ്ട് നോക്കാം. അറിവ് എന്നത് നീ തന്നെയാണ്. ഗുരുദേവൻ പറയാണ്, അറിവും ആത്മാവ് അല്ലെങ്കിൽ ബ്രഹ്മം അല്ലെങ്കിൽ ശിവം നീ തന്നെയാണ്. അറിവ് എന്ന് പറയുന്നതും ആത്മാവ് എന്ന് പറയുന്നതും ശിവൻ എന്ന് പറയുന്നതും നീ തന്നെയാണ്. അങ്ങനെയുള്ള അറിവ് തന്നിൽ നിഹിതമായിരിക്കുന്ന അനന്ത ശക്തിയാൽ ആ അറിവ് തന്നെ പ്രമേയ ചൈതന്യമായി തീർന്നിട്ട് അറിയപ്പെടുന്ന വിഷയം എന്ന സ്വരൂപമുള്ളതായി ആഭാസിതമായിത്തീരുന്നു. ഇങ്ങനെ അറിയപ്പെടുന്നതായ വിഷയങ്ങൾ 2 തരത്തിലുണ്ട്. അതിലൊന്ന് ഇതിനെ ഞാൻ അറിയുന്നു എന്ന തരത്തിലുള്ളതാണ്, മറ്റേതാകട്ടെ അറിയുന്നില്ല എന്ന തരത്തിൽ ഉള്ളതുമാണ്. അപ്പോൾ അറിയുന്നത് നീ തന്നെയാണ് എന്നാണ് പറയുന്നത്. അറിവെന്നത് നീ തന്നെയാണ്. ഭഗവാൻ പറയുകയാണ്, ശ്രീനാരായണ ഗുരുദേവൻ പറയാണ്, അറിവെന്നത് നീ തന്നെയാണ്. പിന്നെ അതുപോലെ 6ാമത്തെ ശ്ലോകത്തിലും അറിവിനെ പറ്റി പറയുന്നുണ്ട്. അറിയും മുമ്പേതെന്നാൽ അറിവല്ലാതൊന്നും ഇങ്ങിരിപ്പില്ല, അറിവറ്റതിനേതതിര് ഉണ്ട്, അറിവെന്നാൽ ഒന്നും ഇങ്ങ് കാൺമീല. അറിയുന്നതിന് മുമ്പ് എന്താണ് ഉണ്ടായിരുന്നതെന്ന് ചോദിച്ചാൽ അറിവല്ലാതെ ഇവിടെ ഒന്നും ഉണ്ടായിരിക്കുന്നില്ല. ഇങ്ങനെ നോക്കിയാൽ അറിയുമ്പോഴും അറിയുന്നതിന് മുമ്പും അറിഞ്ഞതിന് ശേഷവും അറിവ് മാത്രമേ ഉള്ളൂ. അതായത് അറിവ് ആദിമധ്യാന്തങ്ങളില്ലാത്തതാണ്, അത് അഖണ്ഡമാണ്. അങ്ങനെയുള്ള അഖണ്ഡമായ അറിവ് തന്നെയാണ് ഉണ്ടായിരിക്കുന്നതെന്ന അനുഭവമുണ്ടായാൽ ഇവിടെ ഉള്ളതായി അറിഞ്ഞുകൊണ്ടിരുന്നതെല്ലാം ഇല്ലാത്തതാണെന്ന് കാണും. അപ്പോൾ അറിവ് മാത്രമേ ഉള്ളൂ, ബാക്കിയൊന്നും ഇല്ലാത്തതാണ്. അറിവ് മാത്രമേ ഇവിടെയുള്ളൂ. അത് ശ്രീനാരായണ ഗുരുദേവൻ അത് വ്യക്തമാക്കുന്നുണ്ട്. അതിൻ്റെ വ്യാഖ്യാനത്തിൽ ഗുരു നിത്യചൈതന്യേതി അത് സുവ്യക്തമാക്കുന്നുണ്ട്. ഇതാ നോക്കൂ, മനസ്സിൽ വേലിയേറ്റമുണ്ടാക്കുന്ന വികാരങ്ങൾ എപ്പോൾ ഉണ്ടായി എപ്പോൾ മാറിയെന്ന് പറയാം. സുവ്യക്തമായ ഒരാശയം മനസ്സിൽ എപ്പോൾ സ്ഫുരിച്ചു, എങ്ങനെ വികസിച്ചു എന്ന് പറയാം. എന്നാൽ അറിവ് എന്നുണ്ടായി എപ്പോൾ അവസാനിക്കും ഏതൊന്നും പറയാൻ സാധിക്കുകയില്ല. ചേതനയുള്ള ഓരോ ജീവിയും എങ്ങും നിറഞ്ഞു നിൽക്കുന്ന അറിവിൽ ഒരു തുരുത്തായി വേറിട്ട് നിൽക്കുന്നില്ല.
സഹസ്രാബ്ദങ്ങളായി സകല ജീവികളും അറിവിൽ പങ്കാളികളായിരുന്നുകൊണ്ട് ഓരോ നിമിഷത്തിലും അതിൻ്റെ വൈരുദ്ധ്യത്തെയും സ്വാനുഭവങ്ങളോടിണക്കി അത്യന്തം സമ്പന്നമാക്കിക്കൊണ്ടിരിക്കുകയാണ്. അറിവിൽ അനന്തമായ സർഗപരിപാടികളിൽ കൂടി പുതിയ മാനമേയങ്ങളും മൂല്യഗണങ്ങളും യുഗയുഗാന്തരങ്ങളായി നടക്കുന്നുണ്ട്. അതിൻ്റെ മധ്യത്തിലാണ് ഓരോ ജീവിയും പിറന്നു വീഴുന്നത്. ഇതാണ് ഗുരു നിത്യചൈതന്യേതി അതിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് പറയുന്ന ചില സനാതന സത്യങ്ങൾ.